കൊല്ലം കോർപ്പറേഷൻ ആദ്യഘട്ട UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വി.ഡി. സതീശൻ പക്ഷത്തിന് മേൽക്കൈ. ഐ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, കെ സുധാകരൻ പക്ഷങ്ങൾക്ക് തിരിച്ചടി. കനത്ത പ്രഹരം ഐ ഗ്രൂപ്പിന്. കൊല്ലം DCC പ്രസിഡന്റ് പദം സ്വപ്നം കണ്ടിരുന്ന AK ഹഫീസിനെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയാക്കി തന്ത്രപരമായി VS ശിവകുമാർ ഒതുക്കി. തിരുവനന്തപുരത്ത് K മുരളീധരൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന്റെ വാശിയിൽ തട്ടിക്കൂട്ടി 13 പേരെ കൊല്ലത്ത് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. 56 വാർഡിൽ 13 വാർഡിലെ സ്ഥാനാർത്ഥികളെ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നു. ടോട്ടലായി UDFന് 26 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. പലതവണ തോറ്റവരെ ഇക്കുറി രംഗത്തിറക്കിയത് ഗ്രൂപ്പ് മാറിയതിന്റെ സമ്മാനവുമായി. ഐ ഗ്രൂപ്പിൽ നിന്ന് കാലുമാറി വി.ഡി. സതീശനോടൊപ്പം ചേർന്ന 6 പേർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി. അതേസമയം ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ കൊള്ളൂർവിളയിൽ മത്സരിക്കാൻ 8 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതോടെ ഈ സീറ്റ് മുസ്ലിം ലീഗിന് വെച്ച് കൈമാറാൻ രഹസ്യ നീക്കവും നടക്കുന്നു. ലീഗിന്റെ അയത്തിൽ സീറ്റിൽ കോൺഗ്രസ് നേതാവ് അൻവറിന്റെ ഭാര്യയെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനും നീക്കം ആരംഭിച്ചു. കല്ലുംതാഴവും വാളത്തൊങ്കലും വിട്ടു നൽകി കൊല്ലൂർവിളയും കിളികൊല്ലൂരും ചോദിക്കാനും ലീഗിന് പ്ലാനുണ്ട്. ആകെ 56 സീറ്റിൽ കോൺഗ്രസിന്റെ 13 സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാനായത്. മറ്റ് സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം UDFന് കീറാമുട്ടിയാകും. ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനം കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ചേരിതിരിഞ്ഞുള്ള തമ്മിലടിയിൽ കലങ്ങിമറിഞ്ഞ നിലയിലുമാണ്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.